വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും ഇവന്മാർ നമ്മളെ കൊണ്ട് പറയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു പ്രൊഫൈലില്ലേ, 1-2 പ്രാവശ്യം ഞാൻ ഈ പ്രൊഫൈലിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്തതാണ്. തോമാ ചായൻ മാസ് LFA 7.2 ഫോളോവേഴ്സ് ആണുള്ളത്, 3 മ്യൂച്വൽ ഫ്രണ്ട്സേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് വരുന്ന ചില പോസ്റ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു നടൻ്റെ പോസ്റ്ററും വെച്ചുകൊണ്ട് ഈ കാണിക്കുന്ന അല്ലെങ്കിൽ ഇതിന്റെ അഡ്മിൻ കാണിക്കുന്നത് ശുദ്ധ തെണ്ടിത്തരവും തെമ്മാടിത്തരവുമാണ്. പറയാതിരിക്കാൻ പറ്റില്ല. മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കായെ വളരെ വികൃതമായി ചിത്രീകരിക്കുന്ന ഒരു പേജാണ് ഈ തോമാ ചായൻ എന്ന് പറഞ്ഞ ഒരു പേജ്. ഇതിന്റെ അഡ്മിൻ ആരാണോ എവനാണോ എന്തായാലും കാണിക്കുന്നത് തെണ്ടിത്തരമായതുകൊണ്ട് നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇതിനകത്ത് ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം. മമ്മൂട്ടി ഫാൻസിന്റെ ഒരു അവസ്ഥ, മോഹൻലാൽ പടം മാത്രം ഡീഗ്രേഡ് ചെയ്താൽ മതിയായിരുന്നു. ഒരു കാലത്ത് ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാവരുടെയും പടങ്ങൾ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിപ്പോയി. ഈ കഴിഞ്ഞ ആഴ്ച ലാലേട്ടന്റെ റൺ ബേബി റൺ എന്ന് പറഞ്ഞൊരു സിനിമ റിലീസ് ചെയ്തായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ലാലേട്ടന്റെ റിലീസ് ചെയ്ത പടത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമ, ഫാൻസുകാർ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് ആ ഒരു പടത്തിന്റെ ഒരു പ്രത്യേകത. മറ്റൊന്ന്, ഒരു പാൻ ഇന്ത്യൻ സിനിമ ഇറങ്ങിയ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വൃഷഭ എന്ന് പറയുന്ന ഒരു സിനിമ. ആ സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകർ അത് ഓർക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നുള്ള അത്രയ്ക്ക് കൂതറയായിട്ടുള്ള ഒരു സിനിമ എടുത്തു വെച്ചിട്ട് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ വെറും മോശമാക്കി ചിത്രീകരിച്ചിട്ടുള്ള സിനിമ ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിൽ ലാലേട്ടൻ ക്യാമിയോ റോളിലെത്തി നിങ്ങൾ കണ്ടായിരുന്നല്ലോ. അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് റെഫറൻസ് സിനിമകൾ എടുത്തിട്ട് ആ സിനിമയിലും കൊണ്ടുവന്ന് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു. പക്ഷേ നിങ്ങൾ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്തരത്തിൽ ലാലേട്ടന്റെ ഫോട്ടോ വെച്ച് വികൃതമാക്കിക്കൊണ്ട് ഏതെങ്കിലും മറ്റു ഫാൻസുകാർ ഇങ്ങനെ ഫോട്ടോ ഇടുന്നത്? അങ്ങനെ ആരെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അത് തെണ്ടിത്തരമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. മറ്റൊരു പോസ്റ്റും കൂടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ഇതിന് ഇതേ സ്റ്റാൻഡേർഡിൽ മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവന്മാരെ പോലെ തരം താഴണം. അപ്പം നമ്മൾ തരം താഴാൻ തയ്യാറല്ലാത്തതുകൊണ്ടും ഇവന്മാരുടെ സ്റ്റാൻഡേർഡിന് അനുസരിച്ച് മറുപടി കൊടുക്കുന്ന വേറൊരാളുണ്ട് കേട്ടോ. അയാളുടെ വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത്. ഇവന്മാർക്ക് കൊടുക്കാൻ പറ്റിയ മറുപടി ഇതാണ്, കേട്ടോളൂ. ഈ ഗോഡ് ഓഫ് ആക്ടിങ്, ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ എഴുതി വെക്കും. ഇപ്പൊ സൂപ്പർ സ്റ്റാർ രജനികാന്താണ് എഴുതുന്നതും, ഈ മെഗാ സ്റ്റാർ മമ്മൂട്ടി, യൂണിവേഴ്സൽ സ്റ്റാർ കമലഹാസൻ, മോഹൻലാൽ മാത്രം അങ്ങനെ സ്ഥിരമായിട്ടൊന്നുമില്ല. ദ കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞ് എഴുതി വെച്ച് അത് കഴിഞ്ഞിട്ട് വേറെ സാധനം വന്നു ഇതിനിടയിൽ, വൺ ആൻഡ് ഉള്ളി. അത് കഴിഞ്ഞ് ഇപ്പതേ ഗോഡ് ഓഫ് ആക്ടിങ് എന്നും പറഞ്ഞുകൊണ്ടൊരു ടൈറ്റിൽ എഴുതി വിടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് അല്പത്തരമാണ്, മനസ്സിലായോ? കഴിയുമ്പോൾ അല്പന്മാരുടെ കയ്യിൽ അല്പനർത്ഥം കിട്ടിയ അർദ്ധരാത്രി കുട പിടിക്കുന്നു എന്ന് പറഞ്ഞ ഒരു സാധനം മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും ഉണ്ട്, ഇത് ഊളത്തരം കാണാൻ പറ്റും. പക്ഷെ മോഹൻലാലിന് മാത്രം ഒരു സ്ഥിരതയില്ല, ശ്രദ്ധിച്ചോ? ഇതിനകത്ത് ഓരോ പ്രാവശ്യം ഓരോ പേരിട്ട് കളിക്കുക. അല്പത്തരത്തിന്റെ കിങ്, ഗോഡ് ഓഫ് അല്പത്തരം എന്ന് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയേനെ. കുറച്ചുനാൾ കഴിയുമ്പോൾ അങ്ങനെ ആവും. ഇങ്ങനെ പോയാൽ മിക്കവാറും അതായിരിക്കും സംഭവിക്കുന്നത്. പിന്നെ എന്ത് ആക്ടിങ് ആയിട്ട് എന്ത് കാര്യം? ഗോഡ് ഓഫ് ആക്ടിങ്ങിന്റെ പടം പൊട്ടി എന്ന് പറയുമോ? ഗോഡ് ഓഫ് ആക്ടറിന്റെ പടം 8 നിലയിൽ പൊട്ടിയിരിക്കുന്നു. ഗോഡ് ഓഫ് ആക്ടറാണ്, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, പടങ്ങൾ നേരത്തെ പിടിച്ച് പൊട്ടുവാണ്. വല്ലപ്പോഴും ഒരു പടം ഒരു ആവറേജ് ആയിട്ടൊന്ന് ഓടും. അത് അങ്ങനെ നിരന്ന് നടക്കുന്ന ഒരു എന്താ പറയണ്ടേ, എങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി ആളെ കയറ്റി പറ്റിച്ച് ജീവിക്കുന്ന ഒരു നടനെ വിളിക്കുന്ന പേരാണ് അവിടെ ഗോഡ് ഓഫ് ആക്ടർ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഗോഡ് ഓഫ് ആക്ടിങ്ങിന്റെ കഥ പറയേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഗോഡ് ഓഫ് ആക്ടർ ആണെങ്കിലും കൊള്ളാം, ഗോട്ട് ഓഫ് ആക്ടർ ആണെങ്കിലും കൊള്ളാം, എന്ത് പഴമാണേലും പടങ്ങൾ ധരിച്ച് പിടിച്ച് പൊട്ടുന്നവനെയൊക്കെ ഗോഡ് ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് ആ ആക്ടർക്ക് എന്ത് വിലയാ അപ്പോൾ ഉള്ളത് എനിക്കറിയത്തില്ല. ആക്ടറിന് ഒരു പട്ടിക്ക് പോലും വേണ്ട, ഉള്ള കാര്യം പറയാമല്ല. ആക്ടറുടെ പെർഫോമൻസ് ഒന്നും ആർക്കും കാണണ്ട. പിന്നെ ചില പടങ്ങൾ അങ്ങ് വിജയിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതും ചില ടൈപ്പ് പടങ്ങൾ, അല്ലാതെ ഒന്നും വിജയിക്കത്തില്ല ഇയാളുടെ ഒന്നും. അത്രയ്ക്കും തീർന്നേ, ഒന്നിനും കൊള്ളാണ്ടായി കഴിഞ്ഞാൽ പിന്നെ അഭിനയിക്കാനും പറ്റുന്നില്ല, അല്ലെ വേറെ എന്തെങ്കിലും പരിപാടിക്കുള്ളോ അതും ഇല്ല. ആയുള്ളത് അവതരണം മാത്രമാണ്. ബിഗ് ബോസ് പോലത്തെ പരിപാടിക്കകത്ത് അവതരിപ്പിച്ചപ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് പറഞ്ഞ കേട്ടോ. കാണാനൊന്നും അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടില്ല പുള്ളിക്ക്. ശരിക്കും ഒരു TV അവതാരകനായിട്ട് ശിഷ്ടകാലം ജീവിക്കുന്നതായിരിക്കും മോഹൻലാൽ നല്ലതെന്ന് തോന്നുന്നു. അല്ലാതെ സിനിമാ നടനാണ്, ഗോഡ് ഓഫ് ആക്ടറാണ്, കംപ്ലീറ്റ് ആക്ടറാണെന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സംശയിച്ചൊന്ന് നോക്കും. ഇവനോ ഇങ്ങനെയൊക്കെ നോക്കുമായിരിക്കും അല്ലേ? വല്ലവരും കാണുമ്പോഴേ, ഇവനെ കാണുമ്പോൾ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് നമ്മുടെ ഇടയിൽ ഒരുത്തരം ഇങ്ങനെ നടക്കുക. ശരിയാ, അയാളൊരു സമയത്ത് അഭിനയിച്ചിട്ടുണ്ട്. എന്നാലും ഒരു നല്ല നടനായിരുന്നു കേട്ടോ. അത്ര മോശം നടനെന്നും പറയാൻ പറ്റത്തില്ല, നല്ലൊരു നടനാണ്, അഭിനയിക്കാനൊക്കെ അറിയാം. അല്ലാതെ അതിനപ്പുറത്തോട്ട് യൂണിവേഴ്സൽ മെഗാ 7 നമ്പറാന്നൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ നോക്കും, ഇവനോ? പിന്നെ ഇങ്ങനെ ഇറാൻ മൂളികൾ പട്ടികളുണ്ടല്ലോ, ഈ കൂടെ നടന്ന് നക്കാപ്പിച്ച് നിന്ന് ജീവിക്കുന്ന മറ്റേ എന്താ പറയാ, ഇയാളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്ന് അവർ പൊക്കി പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ പണി അതാ, അവരുടെ തൊഴിലതാ. കാരണം ഇയാൾ പൊങ്ങന
ഇയാളൊരു അല്പനും കൂടാ. അപ്പൊ ഈ അല്പന്മാരെയും പൊങ്ങന്മാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ആലോചിച്ച് നോക്കി. അടുത്ത് എന്തുകൊണ്ടാലും പറയും സൂപ്പറാ കാരണം അതിന് കുറച്ച് കാശുണ്ട്, പിടിപാടുണ്ട്, എല്ലാം ഉണ്ട്. ഇതെല്ലാം അവർക്ക് അതിന്റെ ബെനിഫിറ്റ്സ് വേണ്ടേ? അപ്പൊ അതെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു മാർഗ്ഗം മോഹൻലാലിനെ പോലത്തെ ഒരു വ്യക്തി വരുമ്പോൾ അയാളുടെ ക്വാളിറ്റി ക്യാരക്ടർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അയാളെ ഇങ്ങനെ ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയും പറയിക്കുകയും ചെയ്യുന്നത് ഈ നടന്റെ പേര് വെച്ചുകൊണ്ട് ഇത്തരം പ്രൊഫൈൽ ഉണ്ടാക്കി മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കയെ കുറിച്ച് വികൃതമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അവന്റെ സ്റ്റാൻഡേർഡിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് അതേപോലുള്ള ഒരാളെ കൊണ്ട് ഞാൻ അങ്ങോട്ട് മറുപടി അങ്ങോട്ട് തരുന്നു എന്ന് മാത്രം നിങ്ങൾ അങ്ങോട്ട് കരുതിയാൽ മതി. കാരണം ഇവനോട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ നിനക്കൊക്കെ പറ്റിയത് ഇവൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ റിയാക്ഷൻ ചെയ്യാം എന്ന് തന്നെ വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ അഡ്മിനായിട്ട് നിൽക്കുന്നവരും ഞാൻ എൻ്റെ ഈ മ്യൂച്വൽ ഫ്രണ്ട്സ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സഹോദരൻ ഇതിനകത്ത് ഉണ്ട്. അവൻ കടുത്ത ലാലേട്ടൻ ആരാധകനും ഫാൻസൊക്കെയാണ്. അപ്പം അവൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ബ്രദറാണ്, അവൻ കാണുന്നുണ്ടെങ്കിൽ നീ അതിനകത്ത് നിന്ന് ലെഫ്റ്റ് അടിച്ച് പോവുക എന്ന് മാത്രമേ എനിക്ക് പറയാം. കാരണം ഇത്രയും നിലവാരം കുറഞ്ഞിട്ടുള്ള ഇതുപോലത്തെ ചില കൂതറ നാറികൾ ഇടുന്ന പോസ്റ്റിനകത്തൊക്കെ നിങ്ങളും കൂടെ ഇൻക്ലൂഡ് ആകാതിരിക്കുക. കാരണം അവൻ നല്ലൊരു എന്താ അഭിപ്രായം പറയുന്നതാണ്. മമ്മൂട്ടി പടം അല്ലെങ്കിൽ കൊള്ളാം, ലാലേട്ടൻ്റെ പടമാണ് അല്ലെങ്കിൽ കൊള്ളാം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്ന ഒരു മോശമാണെങ്കിൽ മോശം എന്ന് പറയുന്ന ഒരു സിനിമാ പ്രേമിയാണ് അവൻ. അപ്പൊ എന്തായാലും ഇതുപോലുള്ളവന്മാർക്ക് ഇങ്ങനെയുള്ള ആളുകളെ കൊണ്ട് വേണം നമ്മൾ മറുപടി കൊടുക്കാൻ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും